പാലികയില്ലിനിമേൽ മരണത്തിൻ നിഴൽ താഴ്വരയാതീരും ഞാൻ. ശരണമറ്റവനായി പരിതപിക്കാതെ വരുമെനിക്കരികിൽ വഴിപതറാതെ കരം പിടിച്ചെന്നെ നടത്തിടുവാനായി വരുമെനിക്കരികിൽ വഴിപതറാതെ കരം പിടിച്ചെന്നെ നടത്തിടുവാനായി ഇതുവരെ എന്നെ കരുതിയ നാഥാ, ഇനി എനിക്കെന്നും തവ കൃപ ഇതുവരെ എന്നെ കരുതിയ നാഥാ, ഇനി എനിക്കെന്നും തവ കൃപ മതിയായി. കരുണയിൽ കരത്തിൽ കരുതലില്ലാത്ത ഒരു നിമിഷവും നീ മരുവിലെനിക്കായി. കരുണയിൽ കരത്തിൽ കരുതലില്ലാത്ത ഒരു നിമിഷവും നീ മരുവിലെനിക്ക്. ഇരവിലെന്നൊളിയായി പകലിലെ തണലായി ഒരു പൊഴുതും നീ പിരിയുകയില്ല. ഇരവിലെന്നൊളിയായി പകലിലെ തണലായി ഒരു പൊഴുതും നീ പിരിയുകയില്ല. ഇതുവരെ എന്നെ കരുതിയ നാഥാ, ഇനി എനിക്കെന്നും തവ കൃപ ഇതുവരെ എന്നെ കരുതിയ നാഥാ, ഇനി എനിക്കെന്നും തവ കൃപ മതിയാ. ഇതുവരെ എന്നെ കരുതിയ നാഥാ, ഇനി എനിക്കെന്നും കരമുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാമല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിന്റെ രാവിലെ സമയം ഉപവാസത്തോടെ പ്രാർത്ഥനയോടുകൂടെ അതുപോലെ നമുക്ക് ചൊവ്വാഴ്ചയുടെ പകൽ ദൈവസഭയായിരിക്കാൻ ദൈവം സഹായിച്ചു. അനേക വിഷയങ്ങളെ ഓർത്ത് ദൈവസഭയെ മധ്യസ്ഥനിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ദൈവം അനുവസരം ഒരുക്കി. പ്രത്യേകിച്ച് ഈ കുറെ നാളുകളായി നാം രാവിലെയും വൈകുന്നേരവും ഒക്കെ അധികം പ്രാർത്ഥനയ്ക്ക് നാം സമയം കണ്ടെത്തിയെടുക്കുന്നതുകൊണ്ട് അനുത്തങ്ങളുടെ കൈ നോക്കി നമ്മെ വിടുവിച്ച് ക്ഷേമത്തോടെ ദൈവം നമ്മെ പരിപാലിച്ചു. ഇന്ന് രാവിലെ സന്തോഷത്തോടെ ആലയത്തിൽ കടന്നു വന്ന പ്രിയപ്പെട്ടവർ, ഓൺലൈനിലായിരിക്കുന്ന പ്രിയ ജീസർ, എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനെല്ലാം നല്ല സന്തോഷ വാർത്തയെ കേൾക്കാവൂ. ഒരു ദുഃഖവാർത്ത പോലും കേൾക്കാൻ അനുവദിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുകയും നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നാം ഈ മാസത്തിൽ നാം കാത്തിരുന്ന ദൈവസന്നിധി പ്രാർത്ഥിച്ച് എടുത്ത ഒരു വെളിപ്പാടാണ് അവ പ്രതീക്ഷിക്കാത്ത ചില അനുഗ്രഹങ്ങൾ, പ്രതീക്ഷിക്കാത്ത ചില അവകാശങ്ങൾ, പ്രതീക്ഷിക്കാത്ത ചില ഉയർച്ചകൾ, പ്രതീക്ഷിക്കാത്ത ചില സന്തോഷങ്ങളൊക്കെ നാം ദിവസങ്ങൾ കാത്തിരിക്കുന്ന പ്രാർത്ഥിച്ച് അതൂതെടുത്തുകൊണ്ട് സഞ്ചരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിലും അതുപോലത്തെ ബന്ധപ്പെട്ട ഒരു ദൈവത്തിന്റെ ആലോചന നമുക്ക് ചിന്തിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 11-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം ആമേൻ ദയവായിട്ട് വായിച്ചിടാമോ? 28 ആമേൻ. ജോൺ ചാപ്റ്റർ 11 verses 28 please. തന്റെ സഹോദരിയായ മറിയയെ സ്വകാര്യമായി വിളിച്ചു, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. മതി. ദൈവം നമ്മെ ഇന്ന് രാവിലെ വചനത്തിൽ കൂടെ നമ്മൾ സംസാരിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടുകൂടെ ആ വചനത്തെ നമുക്ക് ഇന്ന് രാവിലെ സ്വീകരിക്കാൻ തക്കവണ്ണം താല്പര്യപ്പെടുക. നമുക്കറിയാം, ഞാൻ ഈ വചനത്തിന് കൊടുത്തിരിക്കുന്ന വാക്ക് പ്രതീക്ഷിക്കാത്ത ഒരു വിളി വരികയാണ്. സ്വന്തം എന്താണ് പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷിക്കാത്ത ഒരു വിളി. അമിന്ന് എക്സ്പെക്ട് ചെയ്യാത്ത കോൾ നാം ദിവസം നമുക്ക് അറിയുന്നുണ്ട്. ആ വിളിയുടെ പുറകിൽ
ഒരു പ്രതീക്ഷയുണ്ട്. നാം അടുത്ത ദിവസങ്ങളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഭൂതാരിക ചിന്തിക്കുന്ന തലങ്ങൾ. ഒന്ന്, നാം പ്രതീക്ഷിക്കാത്ത ചില അനുഗ്രഹങ്ങൾ എന്ന പദം നാം ചിന്തിച്ചു കഴിഞ്ഞു. രണ്ട്, നാം പ്രതീക്ഷിക്കാത്ത ചില അവകാശങ്ങൾ നാം ദൈവസഭയിൽ നിന്നും കേൾക്കുവാനിടയാക്കി തീർത്തു. ഇന്ന് നാം ചിന്തിച്ച വാക്ക്, വായിച്ച വാക്ക്, നാം പ്രതീക്ഷിക്കാത്ത ഒരു വിളി വരുന്നുണ്ട്. പ്രൈസ് ഗോഡ്. സ്തോത്രം ചെയ്യാമോ? അത് ഈ ദൂത് നാം പ്രാപിച്ചുകൊണ്ട് പോകുമ്പോൾ തന്നെ നാം പ്രതീക്ഷിക്കാത്ത ചില സന്തോഷത്തിന്റെ കോൾ അവൻ നമുക്ക് വരുമെന്ന് നാം ഇന്ന് രാവിലെ പ്രതീക്ഷിക്കണം. ആ ദൂതിനെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് പരിചയമുള്ള കാര്യമാണ് എങ്കിലും ദൂത് മറ്റൊരു തരത്തിലായിരിക്കും ദൈവം നയിക്കുന്നത്. ഒന്ന്, അത് ഒരു ലാസറിനെ നാം കാണുന്നുണ്ട്. രണ്ട്, ഒരു മറിയെ നാം കാണുന്നുണ്ട്. മൂന്ന്, ഒരു മാർത്തയെ കാണുന്നുണ്ട്. ഇവരെ വീട്ടിൽ നിത്യ സന്ദർശകനായി നിൽക്കുന്ന ഒരു യേശുവിനെ നാം കാണുന്നുണ്ട്. ഈ 4 പേരുമാണ് ഈ 11ാം അധ്യായത്തിന്റെ ആപ്തത അല്ലെങ്കിൽ കഥാപാത്രം അല്ലെങ്കിൽ അതിന്റെ കാതലായ ശബ്ദങ്ങൾ. അവൻ ദൈവത്തിന്, ആ യേശു ക്രിസ്തുവിന് ഈ വീട്ടിൽ നിത്യമായ ഒരു സന്ദർശനം ഉണ്ടാകണമെങ്കിൽ ഈ വീട്ടിന്റെ അനാഥത്വം ആഴമാണ് എന്നതാണ് കാര്യങ്ങൾ. നിത്യമായ ഒരു വിടുതൽ നമുക്ക് ഉണ്ടാകണമെന്നതാണ് നിത്യമായ സന്ദർശനത്തിന്റെ ഏറ്റവും വലിയ കാര്യം. ഞാന് നമ്മുടെ ആലഞ്ചോല ചർച്ചിൽ ഞങ്ങൾ പോയതിനു ശേഷം അവിടുത്തെ ചില ശൂന്യതകൾ, അവിടുത്തെ ചില മാനസിക പ്രയാസങ്ങൾ എനിക്കറിയാം. അപ്പോൾ തന്നെ അവിടുത്തെ ദേവദാസിയുടെ മാതാവ് അല്ലെങ്കിൽ പ്രിയ സ്തോത്രം അല്ലെങ്കിൽ നമ്മുടെ ബെനറ്റിന്റെ മാതാവ്, ആ ദേവദാസന്റെ വൈഫ് പ്രിയ ആന്റി, ചില മാനസിക ഭാരങ്ങൾ അവർക്കുള്ളതുകൊണ്ട് ഒരൊറ്റയ്ക്കാണ് 6 ബെഡ്റൂമുള്ള ഒരു വലിയ റൂമിനകത്ത് വീടിന് താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇങ്ങനെ മനസ്സിനകത്ത് ഭാരം വരും. അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും ഒരു ചെറിയൊരു കോൾ ചെയ്യും. എന്തുകൊണ്ടാണ് വിശേഷം, ഉടമ്പ് പ്രതിനിധിക്കാർ വരിയുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ പിറവില്ല പാസ് ആണ്ടവന് പെരിയ കൃപയാൽ എൻ്റെ ആർക്ക് കാര്യക്ക് പിറവില്ല, കൊച്ചം കമ്മിയായിട്ട് മാറിയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ സന്തോഷം. അവസാനം പറയുന്ന എന്ന് പറഞ്ഞ അർത്ഥം ആ കുടുംബത്തിന്റെ ഒരു ചെറിയ മാനസിക വിഷം വന്നപ്പോൾ ഒരു ദൈവദാസന് അല്പം ഒരു ഭാരം വന്നതുകൊണ്ട് ഒന്ന് വിളിച്ച് ചോദിക്കുമ്പോൾ അവർക്കൊരു ആശ്വാസം ഉണ്ടാകുന്നു. എന്ന് പറഞ്ഞ അർത്ഥം നിത്യമായി ബെഥാനി എന്ന ലാസറിന്റെ വീട്ടിലോട്ട് യേശു പോകേണ്ട കാര്യം ആ കുടുംബത്തിന്റെ മുറിവുകൾ നിസ്സാരമല്ല. ആ കുടുംബത്തിന്റെ മുറിവ് ആഴമാണ്. ആ മുറിവിന്റെ അനുസരിച്ചാണ് സന്ദർശനത്തിന്റെ ആക്കം കൂടുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നതെങ്കിൽ ഒരു സ്തോത്രം കൊടുത്താൽ കുഴപ്പമില്ല. എന്താ പറഞ്ഞ വാക്ക്? ആ കുടുംബത്തിന്റെ മുറിവ് ആഴമാണ്. ആ കുടുംബത്തിന്റെ ഒറ്റപ്പെടൽ ആഴമാണ്. ആ കുടുംബത്തിന്റെ അനാഥത്വം ആഴമാണ്. ആ കുടുംബത്തിനകത്തുള്ള ചോദ്യം ആഴമാണ്. ആ കുടുംബത്തിനകത്ത് മാനസിക സംഘർഷം ആഴമാണ്. അവരെ ആര് അണയ്ക്കും, ആര് താങ്ങും, അവരെ സംരക്ഷിക്കാം, ആരാണ് രക്ഷിതാവായിട്ട് വരുന്നത് എന്ന് ഒരു ചോദ്യം ആ 3 പേരുടെ ഇടയ്ക്കകത്ത് ആഴമായി ഉള്ളത് കൊണ്ട് ആ അനാഥത്വം മാറ്റാൻ നിത്യ സന്ദേശകനായിട്ട് അവരെ സ്വർഗത്തിന്റെ ഭൂമിയുടെ നാഥനായ കർത്താവ് ആ കൂടാരത്തിൽ നിത്യം സന്ദേശിക്കുന്നുവെങ്കിൽ ആ കൂടാരത്തിന് പ്രതീക്ഷ വന്നു കഴിഞ്ഞു. ആ കൂടാരത്തിനകത്ത് അത്ഭുതം സംഭവിക്കുമെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞു. ഇന്ന് രാവിലെ ആത്മാവിൽ പറയാം, ഈ ദൈവശബ്ദത്തിൽ ദൈവമക്കളോട് പരിശുദ്ധാത്മ പറയുന്നു, നിത്യ സന്ദേശകനായിട്ട് എന്റെ യേശുവിന്റെ കൂടാരത്തിനകത്ത് വരുന്നുവെങ്കിൽ എന്റെ അനാഥത്വം മാറ്റാൻ തക്കവണ്ണം അധികം നാളില്ല. അത് വേഗത്തിൽ തന്നെ അനാഥത്വം മാറി ഒരു അത്ഭുത ശബ്ദം എനിക്ക് കേൾപ്പിച്ചു ഉയർത്തുവാൻ എന്റെ ദൈവം വിശ്വസ്തനെന്ന് ഇന്ന് രാവിലെ വിശ്വസിക്കണം. ആമേൻ. ഒരു 4 ദിവസം സന്ദർശിച്ചില്ല അല്ലെ? ഒരു 4 ദിവസം സന്ദർശിച്ചില്ല, അല്ലെങ്കിൽ പറയാം ഒരു ദിവസം സന്ദർശിച്ചില്ല. ഒറ്റ സന്ദർശനം ബ്ലോക്കായപ്പോൾ ആ വീട്ടിൽ മൃത്യു കയറി വന്നു, മരണം കയറി വന്നു. പ്രൈസ് ഗോഡ്. ഞാൻ ഇന്ന് രാവിലെ, രാത്രിയാണോ ഇന്ന് രാവിലെ അറിയത്തില്ല, ഞാൻ വെളുപ്പാങ്കാലത്താണോ മേ ബി, എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിലായിരിക്കാം. എനിക്കൊരു 3 മണിയാകുമ്പോൾ ഒരു തട്ടലും ഒരു എഴുന്നേൽപ്പൊക്കെ ഉണ്ട്. തട്ടിയുമ്പോൾ എഴുന്നേറ്റില്ലെങ്കിൽ പിന്നെ അന്നൊരു നിരാശയായിരിക്കും. തട്ടുന്ന വ്യക്തി ആരെ നമുക്ക് മനസ്സിലാക്കി കാണുമല്ലോ, നമ്മുടെ കർത്താവ്. അപ്പോൾ ഞാൻ എങ്ങനെ
എഴുന്നേൽക്ക് തൊട്ട് മുമ്പിൽ ഞാൻ ഒരു കാഴ്ച കാണുന്നു എന്ന് തോന്നുന്നു. എൻ്റെ ചിന്ത ശരിയാണെങ്കിൽ ആ ചിന്ത ഇതായിരുന്നു. എനിക്ക് ഒരു സഹോദരനെ എൻ്റെ മുഖത്ത് കാണിച്ചിട്ട് പറഞ്ഞു, മുട്ടയിടുന്ന കോഴിക്ക് കുരങ്ങ പിടിച്ചോണ്ട് പോകുന്നു പറഞ്ഞു. എന്താണ് എനിക്കറിയത്തില്ല. മുട്ടയിടുന്ന കോഴിയെ കുരങ്ങിന് മതിയെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊരു കാര്യം അതിന്റെ വിഷയമായിട്ട് ആ സഹോദര വിഷയം എനിക്കറിയാം. അപ്പൊ എനിക്ക് മനസ്സിലായി, അവൻ പ്രയോജനമുള്ള അല്ലെങ്കിൽ നേരി വരുമാനമുള്ളതിനെയാണ് ശത്രുവിന് ആവശ്യം. അപ്പൊ ഞാൻ രാവിലെ ആ സഹോദരൻ വിളിച്ച് സംസാരിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ സഭയിലുള്ള വ്യക്തിയാണ്, മറ്റൊരു സഭയിലെ അംഗമാണ്. എന്നാൽ ഞാൻ ഈ 2-3 ദിവസമായിട്ട് തുമ്മലും ചിറ്റലും ഒക്കെ ആയതുകൊണ്ട് ഈ ബ്രെയിൻ അത്ര മാത്രം നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് ചില സമയത്തൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ചെയ്താൽ പറ്റും, ഇല്ലെങ്കിൽ പെട്ടെന്ന് മറന്നു പോകും. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഇവിടെ വന്നതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് വാക്കാം. അപ്പോൾ വരുമാനമുള്ളതിനെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, മുട്ടയിടുന്ന കോഴിയെ കൊണ്ടുപോകുന്ന ഒരു വാക്കിനെ പറഞ്ഞു. ഇതുപോലെ വരുമാനമുണ്ടെന്ന് അല്ലെങ്കിൽ സമാധാനത്തോടെ പാർക്കുന്നു എന്ന് അല്ലെങ്കിൽ ചില പ്രയോജനം അനുഭവിക്കുന്നു എന്ന് പറയുന്ന ആ കുടുംബത്തിന്റെ വരുമാന സ്രോതസ്സായ ലാസറിനെ തന്നെ മൃത്യു കൊണ്ടുപോയി. ഇവിടെ ചിന്തിക്കേണ്ട വാക്കുണ്ട്. അവിടെ നമ്മൾ ഇന്ന് രാവിലെ പറയേണ്ട കാര്യമുണ്ട്. ഒരു ദിവസം പോലും എന്റെ വീട്ടിൽ എന്റെ കർത്താവ് സന്ദർശിക്കാതിരിക്കരുത്. ഡെയിലി എന്റെ കർത്താവിന്റെ വീട്ടിൽ വരണം. ഡെയിലി എന്റെ വീട്ടിൽ കർത്താവ് വന്നില്ല എങ്കിൽ ആ വീട്ടിനകത്ത് ഏറ്റവും പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് പിശാച് തട്ടിക്കൊണ്ട് പോകുന്ന സ്വന്തം. ആ കുടുംബത്തിന്റെ താങ്ങും തണലും അപ്പനും അമ്മയും നഷ്ടപ്പെട്ട ശേഷം ആ കുടുംബത്തിന്റെ സഹോദരിമാർക്ക് വേണ്ടി തനതായ ശൈലിയിൽ നിന്നുകൊണ്ടിരുന്ന ആശ്വാസം കൊടുക്കുന്ന ഒരു സഹോദരനാഥുലാസൻ അദ്ദേഹത്തെയാണ് പിശാചാവ് തട്ടിക്കൊണ്ടുപോയത്. ഇന്ന് രാവിലെ പരിശുദ്ധാത്മ പറയാ, നമ്മുടെ കുടുംബത്തിനകത്ത് റാഞ്ചൽ പക്ഷി വന്നു. ആ റാഞ്ചൽ പക്ഷിയുടെ സ്വഭാവം അവരെ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആശ്വാസമാകുന്ന ആ വരുമാന സ്രോതസ്സിന് വെട്ടാനാണ് സാത്താൻ പ്ലാൻ ചെയ്യുമ്പോൾ ഈ വർഷം പ്രാർത്ഥന നമ്മൾ പറയണം, എന്റെ യേശുവിന്റെ സാന്നിധ്യം എന്റെ വീട്ടിലുള്ള കാലമത്രയ അത്തൂലമൻ ശഖലാമന എന്റെ വീട്ടിനകത്ത് യഹോവയുടെ സാന്നിധ്യം ഉള്ള കാലമത്രയ ഒരു റാഞ്ചൽ പക്ഷിക്ക് എന്റെ കൂടാരത്തിൽ പ്രയോജനപ്പെടുന്നവരെ തട്ടിക്കളയാൻ പറ്റില്ല. പറയാ, എന്റെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാവിലെ കൂടാരത്തിൽ ഒരു അത്ഭുതം ദൈവം ചെയ്യുകയാണ്. പ്രാർത്ഥിക്കുന്നവരെയും ആത്മീക വരുമാനങ്ങളെ, ആത്മീയ ഉയർച്ച, ആത്മീയ നേട്ടത്തെ, ഭൗതിക വരുമാനത്തെ നോട്ടപ്പെടുന്നതായ ആമേ പൈശാചിക സ്വാധീനത്തെ ഇന്ന് രാവിലെ പരിശുദ്ധാത്മ ദൈവത്താലെ ആത്മശക്തത്തിൽ അവൻ നമുക്ക് കേട്ടയച്ചു പറയാ, പിശാചേ വിട്ടുപൊക്കോ, എന്റെ വീട്ടിൽ ദൈവമുണ്ട്. ദൈവമുള്ള വീട്ടിലത്തെ മൃത്യുവിന് പ്രവേശിക്കാൻ കഴിയില്ല. കുടുംബത്തിന്റെ കണ്ണുനീരിലാഴ്ത്തുന്ന അപ്പൻ മരിച്ചപ്പോൾ തന്നെ കുടുംബത്തിന്റെ പ്രകാശം നഷ്ടപ്പെട്ടു. അമ്മ മരിച്ചപ്പോൾ കുടുംബത്തിന്റെ പ്രകാശം നഷ്ടപ്പെട്ടു. ആകെയുള്ള പ്രകാശം ലാസറും അദ്ദേഹം നഷ്ടപ്പെട്ടു. എന്നാൽ കുഴപ്പമില്ല, കർത്താവ് 4 ദിവസം കഴിഞ്ഞു. കർത്താവിന്റെ ബലമാണ് നമുക്ക് കാതലായ കാര്യം അറിയാം. ഞാൻ അതിന്റെ വെളിപ്പാടിലേക്ക് വരുന്നതിൽ തന്നെ ഞാൻ ഇതിൽ മാത്രം പ്രശ്നിക്കുന്നു. അപ്പോൾ ലാസർ മരിച്ചു, അടക്കി 4 ദിവസമായി നാറ്റം വെച്ചു എന്ന് സമൂഹം പറയുന്നു. അതിനുശേഷം 4-ാം ദിവസമായപ്പോൾ എന്റെ കർത്താവ് വരുന്നു. കർത്താവ് വരുമ്പോൾ കർത്താവ് ആ ബെഥാനിയുടെ ഗ്രാമത്തിന്റെ എൻട്രിയിൽ എത്തിയെന്ന് അറിഞ്ഞു. നമുക്കറിയാം, അധികം ചായ ഒഴിക്കുകയും സൽക്കരിക്കുകയും ചെയ്യുന്നത് സ്തോത്രം ആരായിരുന്നു? മാർത്തയെ നമുക്കറിയാം. മാർത്ത അറിഞ്ഞു. മാർത്ത ഓടിപ്പോയി ആമേ യേശുവിനെ സ്വീകരിച്ചു വന്നു. എന്നാൽ മാർത്തയോട് യേശു പറഞ്ഞ വാക്കാകുന്നു, ആമേ നീ ആരെ കൊണ്ടുവരണം? നീ മറിയെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. പ്രതീക്ഷിക്കാത്ത ഒരു ശബ്ദത്തോട് പറയുന്നു, എന്തേ മറിയോട് പറ, എന്റെ അടുക്കൽ വരാത്തക്കവണ്ണം. പെട്ടെന്ന് മാർത്ത ഓടിപ്പോയിട്ട് മറിയെ സ്വകാര്യമ തട്ടി ജപിക്കാന്ന് പറഞ്ഞു, ഗുരു വിളിക്കുന്നു, നിന്നെ വിളിക്കുന്നു, എന്നെ അല്ല നിന്നെ വിളിക്കുന്നു. നിന്നെ വിളിക്കുമ്പോൾ നിന്നെ കൊണ്ട് എന്തോ ചെയ്യാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അവൻ നിന്നെ കൊണ്ട് എന്തോ അത്ഭുതം ചെയ്യാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതുകൊണ്ട് എന്നെ കൊണ്ട് ചെയ്യുന്നതിനേക്കാൾ അധികം നിന്നെ കൊണ്ട് ചെയ്യാൻ ദൈവത്തിന് പ്ലാനുണ്ട്. പ്രാർത്ഥിക്കുന്നവരെ കൊണ്ട് പ്രാപിച്ചവരെ
അവിടെ ഞാൻ പറഞ്ഞ വാക്ക് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം. അടുക്കളയിൽ നിൽക്കുന്നവരെ അല്ല യേശു വിളിച്ചത്, പാകമെടുത്തിരുന്നവരെയാണ് വിളിച്ചത്. അടുക്കള വേണ്ടെന്നോ പാകമെടും വേണ്ടെന്നല്ല അതിന്റെ അർത്ഥം. അടുക്കള അത്യാവശ്യമാണെങ്കിലും അധികം ദൈവത്തിന്റെ അടുക്കൽ ഇരിക്കുന്നവരെ ദൈവത്തിന് ആവശ്യം. നമ്മൾ രാവിലെ വെളുപ്പാങ്കടുത്ത് ഒരു ദൂരം ചിന്തിച്ചു അല്ലേ? 148 സങ്കീർത്തനത്തിൽ എത്രാമത്തെ വാക്യം? ലാസ്റ്റ് വാക്യം എത്ര? 13ാമത്തെ വാക്യത്തിൽ എന്താ പറഞ്ഞ വാക്ക്? ദൈവത്തോട് അടുത്തിരിക്കുന്ന ജനമായി അവന്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ഒരു കൊമ്പിനെ ദൈവം മുളപ്പിച്ചപ്പോൾ പറയാം, ദൈവത്തോട് അടുത്തിരിക്കുന്ന ഉടമന ഹസ്കജാതന, ദൈവത്തോട് ചേർന്നിരിക്കുന്ന, ദൈവ ശബ്ദം കേട്ടിട്ടുള്ള, ദൈവ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന, ദൈവത്തിൽ ഏകാഗ്രതമായിരിക്കുന്ന, ദൈവത്തിന്റെ വെളിപ്പാട് പ്രാപിക്കാൻ ഉത്സാഹിക്കുന്ന, ദൈവത്തോട് അടുത്തിരിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി, അവന്റെ ആശ്വാസത്തിന് വേണ്ടി, അവന്റെ സന്തോഷത്തിന് വേണ്ടി ദൈവം ഒരു കൊമ്പിനെ ദൈവം മുളപ്പിച്ചിരിക്കുന്നു. ഞങ്ങൾ ഇന്ന് അവന്റെ ആശ്വാസത്തിന് വേണ്ടി ഒരു അത്ഭുതം ദൈവം ആരംഭിച്ചിരിക്കുന്നു എന്ന് ഞാൻ പ്രവചിച്ചു പറഞ്ഞാൽ എത്ര പേർക്ക് ഇന്ന് സ്വീകരിക്കാൻ പറ്റും? എന്റെ ദൈവത്തിന് അടുത്തിരിക്കുന്നതുകൊണ്ട്, ദൈവത്തിന് പാദമെടുത്തിരുന്നതുകൊണ്ട്, ദൈവത്തിന്റെ ശബ്ദം കേട്ടതുകൊണ്ട് എന്റെ ദൈവം എനിക്ക് വേണ്ടി ഒരു നന്മകൾ ആശ്വാസത്തിന്റെ ഗീതങ്ങൾ ദൈവം ഉദിപ്പിച്ചിട്ടുണ്ട്. എന്റെ ദൈവം ഈശ്വരനാണ്. കരമടിച്ചാത്മാവിശ്വാസത്തിന് പറയുന്ന ദൈവം എനിക്ക് വേണ്ടി ഒരു ആശ്വാസം മുളപ്പിച്ചിട്ടുണ്ട്. ആ വെളിപ്പാട് അങ്ങനെ തന്നെ സ്വീകരിക്കണം. അടുക്കള നിൽക്കുന്നവർക്ക് വേണ്ടി ഒന്നും ഞാൻ ആത്മാവിൽ പറയുന്നില്ല. അടുക്കള നിൽക്കുന്നവർക്ക് വേണ്ടിയല്ല ദൈവം അടുത്തു വന്നത്, പാദപിഴത്തിരുന്നവരെ കണ്ടിട്ടാണ് അടുത്തു വന്നത്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയാ, ആഹാരം വേണ്ടുന്നോ, വസ്ത്രം വേണ്ടുന്നോ, ആ ഉപരിമാർഗം വേണ്ടുന്ന അർത്ഥം വരുന്നില്ല. പക്ഷെ അധികം ദൈവത്തെ എടുക്കാനും അധികം വെളിപ്പാട് പ്രാപിപ്പാനും വചനത്തെ ശക്തി പ്രാപിച്ചെടുക്കുവാനും ഒരു പിതാവോ മാതാവോ കുഞ്ഞോ ഈ ദൈവശബ്ദം കേട്ട് വരുന്നുവെങ്കിൽ നിങ്ങളെ ദൈവം വിളിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെയാണ് ദൈവത്തിന്റെ ആവശ്യം. ഇത് രാവിലെ പ്രതീക്ഷിക്കാത്ത ദൈവത്തിന്റെ വിളി, പ്രതീക്ഷിക്കാത്ത ദൈവത്തെ വിടുതലുകൾ, പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങൾ, പ്രതീക്ഷിക്കാത്ത വിടുതലുകൾ ദൈവം തരുന്നുവെങ്കിൽ ഒരു പ്രതീക്ഷിക്കാത്ത വിളി ആവശ്യമാണ്. ആ വിളി വീണത് അത് മറിയുടെ പേരാണ് വിടുന്നത്. ഇന്ന് രാവിലെ നമ്മുടെ ഓരോരുത്തരെയും പേര് വിളിച്ചു പറയാതെ ഞാൻ അവളെ വിളിക്കുന്നു, ഞാൻ അവളെ വിളിക്കുന്നു എന്ന് യേശു പറയത്തക്കവണ്ണം ഇന്ന് രാവിലെ പ്രതീക്ഷിക്കാത്ത ഒരു വിളി വരുന്നുണ്ട്. ദൈവമക്കൾ എത്ര പേർക്ക് ആ ദൂത് തിരിച്ചറിയാൻ പറ്റും, മനസ്സിലാകുന്ന ഒരു സ്വന്തം പറയാം. ആ വാക്ക് ആവർത്തിച്ച് ഞാൻ ആ വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. സ്വകാര്യമായി മറിയെ വിളിച്ചു പറഞ്ഞു, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. അവൾ ഞെട്ടിപ്പോയി. ഞെട്ടാൻ കാരണം എന്താ? എന്നെ വിളിക്കണമോ? കാരണം ഒരു മൂത്ത പെങ്ങൾ നിൽപ്പുണ്ട്, സഹോദരൻ അവനെ വിളിച്ചാൽ പോലെ. പക്ഷെ കർത്താവിന് ആവശ്യം ആരെയാണ്? വചനം പോലെ വാക്കാകുന്നു, മാർത്ത പലതും ചൊല്ലി വിചാരപ്പെടുമ്പോൾ അവൻ മറിയ കർത്താവിനെ പാദമെടുത്തിരുന്ന നല്ല അംശം. അവിടെയാണ് നല്ല അംശം ഉള്ളവർക്ക് ഒരു നല്ല വിളിയുണ്ട്. നല്ല അംശം തിരഞ്ഞെടുത്തവർക്ക് വേണ്ടി ഒരു നല്ല വിളിയുണ്ട്. സ്വതന്ത്രം മനസ്സിലാകുന്നുണ്ടോ? ഈ ശമൂവേൽ ഏലിയുടെ ബെഡ്റൂമിന്റെ അകത്താണെന്ന് എനിക്ക് അറിയത്തില്ല. ചിലപ്പോൾ അടുത്ത ബെഡ്റൂമിലായിരിക്കാം, തനിക്ക് വേണ്ടി മറ്റൊരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ടായിരിക്കാം. രാത്രിയിൽ ശമൂവേലിലേക്ക് എന്നൊരു വിളി വന്നു. ആ വിളി വന്നപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ആ ബാലൻ കേൾക്കുന്നു. വളരെ ചെറുപ്രായം. ചാടി എണ്ണിച്ച് ഓടിപ്പോയി ബഹുമാനത്തോടെ, യജമാനനെ അങ്ങനെ വിളിച്ചുവോ എന്ന് ചോദിച്ചു. അർദ്ധരാത്രി നോക്കണം, നല്ല ഉറക്കത്തിന് സമയമാണ്, വിശ്രമിക്കാനും ആശ്വാസം പ്രാപിക്കുവാനും പറ്റുന്ന സമയമാണ്. എലി പറഞ്ഞു, ഇല്ല മോനെ, ഞാൻ വിളിച്ചില്ല, നീ പോയി സ്വസ്ഥമായിട്ട് ഉറങ്ങി. രാവിലെ തൊട്ടേ നീ കഷ്ടപ്പെട്ട് ഇവിടത്തെ തൂക്കുന്നു, തുടയ്ക്കുന്നു, വെള്ളം തരുന്നു, കുടിപ്പിക്കുന്നു, കുളിപ്പിക്കുന്നു ഒക്കെ ചെയ്യുന്നല്ലോ. അവിടെ നിനക്ക് വിശ്രമം ആവശ്യം, അതിൽ പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞു. രണ്ടാം പ്രാവശ്യം വീണ്ടും വിളിച്ചു, ശമൂവേലേ എന്ന് വിളിച്ചു. വീണ്ടും
അവൻ എന്റെ യജമാൻ പരീക്ഷിക്കുന്നു എന്നറിയാൻ ചാടി വീണ്ടും ഓടിപ്പോയി. അങ്ങനെ വിളിച്ചു യജമാനെ, ഇല്ല മോനെ, ഇത് ഓരോ വിളി വന്ന് ഓരോ ആ പ്രാവശ്യം ഏലിനടുക്ക പോകും. ഏലിക്കറിയാം ഈ വിളി എവിടെ നിന്നാണെന്ന് ആർക്കറിയാം. രാവിലെ നല്ല അംശം തിരഞ്ഞെടുത്തവരെ അടുക്കലേ വിടുതൽ വരത്തുള്ളൂ, വിളി വരത്തുള്ളൂ. മൂന്നാം പ്രാവശ്യം വീണ്ടും വിളിച്ചു, ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ച സമയത്ത് വീണ്ടും ഞെട്ടി ഉണർന്ന് ചാടി എന്നിട്ട് ഏലിനടുക്കൽ പോയിട്ട് യജമാൻ അങ്ങനെ വിളിച്ചുമോ? ഏലി പറഞ്ഞു, ഇല്ല 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 മോനെ, ഞാൻ വിളിച്ചില്ല. ഏലി അവസാനം ഒരു ഓപ്ഷൻ പറഞ്ഞു കൊടുത്തു, എനിക്കറിയാം ഇതാര് വിളിച്ചുവെന്ന്. ശുശ്രൂഷയിൽ ഞാൻ ഇറങ്ങിയപ്പോൾ എന്നെ വിളിച്ചു. പക്ഷേ ശുശ്രൂഷ ഉണ്ടെങ്കിലും പള്ളിക്കകത്താണ് പാർക്കുന്നതെങ്കിലും കാഴ്ചപ്പാട് മങ്ങലേറ്റപ്പോൾ എന്നോടുള്ള വിളി മാറ്റിയിട്ട് നിന്നോടുള്ള വിളി വന്നു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ എന്നോട് പറയാം, കണ്ണടയ്ക്കുന്നത് വരെ, മരിക്കുന്നത് വരെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിൽ നമുക്ക് ദൈവം തന്ന നിയോഗം പ്രാപിച്ച് നിൽക്കുന്ന ആ സമയം നമ്മുടെ കണ്ണടയുന്നത് വരെ മറ്റൊരു ശമൂവേലിലേക്ക് ശബ്ദം പോകാതെ അവൻ മറ്റൊരു ശമൂവേൽ വിളിക്കുന്ന പകരം അവൻ ഏലിയെ എപ്പോൾ വിളിക്കത്തക്കവണ്ണം നമ്മെ വിളിച്ചോണ്ടിരിക്കത്തക്കവണ്ണം ദൈവത്തെ നല്ല അംശം തിരഞ്ഞെടുത്ത് പോകുന്നുവെങ്കിൽ വിളി മാറി പോകത്തില്ല. ആ വിളി നമ്മുടെ അടുക്കലേക്ക് തന്നെ കിടക്കുമെങ്കിൽ ഏലിയെ വിളിച്ചിട്ട് ഏലിക്ക് കേൾക്കാൻ പറ്റാതിരിക്കുമ്പോൾ ആ നല്ല അംശം തിരഞ്ഞെടുക്കപ്പെട്ട കാഴ്ചപ്പാട് നമ്മളെ കാട്ടാം. ശുദ്ധങ്ങളെ നല്ല മനസ്സാക്ഷി നിർമ്മിയാൽ വിശ്വാസമുള്ള ശമൂവേലിലേക്ക് ആ വിളി വന്നു. ശമൂവേൽ പറഞ്ഞു, മോനെ ഇനി പറ, ആമേൻ ഗുരുവേ, ആമേൻ അരുളി ചെയ്യണമേ, അടിയാൻ കേൾക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നീ ആ ശബ്ദത്തെ സ്വീകരിക്കുക. അത് യഹോവയുടെ ദൈവമാണ്, അവൻ നിന്നെ വിളിക്കുന്നു. ഇന്ന് രാവിലെ ആ വിളിയുടെ പുറകിൽ ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ കരം തട്ടി പറഞ്ഞാട്ടെ, ദൈവം എന്നെ വിളിക്കുന്നുണ്ട്, ദൈവം നിന്നെ വിളിക്കുന്നുണ്ട്, ദൈവം നമ്മെ വിളിക്കുന്നുണ്ട്. ആ വിളിയുടെ പുറകിൽ ഒരു ഉയർപ്പുണ്ട്, ആ വിളിയുടെ പുറകിൽ ഒരു ജീവനുണ്ട്, ആ വിളിയുടെ പുറകിൽ ഒരു ഉദ്ദേശമുണ്ട്. ആ വിളി രാവിലെ എന്നിലേക്ക് വന്നാൽ ആ ഉദ്ദേശം ദൈവം ശബരമാക്കും. പ്രായം നോക്കിയല്ല വിളിക്കുന്നത്, അത് ഏത് പ്രായക്കാരൊക്കെ വിളിക്കും, ഏത് പ്രായത്തിലൊക്കെ വിളിക്കും. പക്ഷെ എപ്പോഴും വിളിച്ചാൽ അവൻ ഞാനുണ്ടപ്പോ അവൻ എന്നോട് സംസാരിക്കണമേ, സംസാരിക്കുന്നോട് എന്നോട് സംസാരിക്കുക എന്ന് പറഞ്ഞ് നമ്മോട് സംസാരിക്കുന്ന ദൈവ ശബ്ദം വരട്ടെ. ചാടി എണ്ണീറ്റു. എന്നെ വിളിച്ചത് വിളിക്കേണ്ടവൻ തന്നെ വിളിച്ചു. വേറെ ആരും അച്ഛാ എന്നെ വിളിക്കണ്ട, എന്നെ വിളിക്കുന്ന ഒരുത്തം വിളിച്ചാൽ മതി. ആ വിളിയിൽ എനിക്ക് അറിയാൻ പറ്റും, ആ വിളിയിൽ ഞാൻ എഴുന്നേറ്റിരിക്കും, ആ വിളിയിൽ ഞാൻ അടുക്കലെത്തിയിരിക്കും. അടുക്കലെത്തിയാൽ അവൻ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരത്ഭുതം അവൻ ഞാൻ കാണെ വിളിച്ചവൻ ചെയ്യും. Praise God. ചാടിയെത്തിച്ചു. അത് ഫാസ്റ്റായിട്ട്, അത് വേഗത്തിൽ യേശുവിന്റെ അടുക്കൽ മാറിയെത്തിയപ്പോൾ ചോദിച്ചു ഒരു ചോദ്യം, ഞാൻ പറഞ്ഞു പോകാം. അവനെ വെച്ചത് എവിടെ? പറഞ്ഞേ, എന്ത് പറഞ്ഞ വാക്ക്? അവനെ വെച്ചത് എവിടെ? കർത്താവിന് റീസൺ പറഞ്ഞു കൊടുത്തു, കാരണം പറഞ്ഞു കൊടുത്തു. എവിടെ വെച്ചെവിടെ? അവിടെ വെച്ചത് കാണിച്ചു കൊടുത്തപ്പോൾ ഒറ്റ വിളി, രണ്ടാമത്തെ വിളി, ലാസർ come out, ലാസർ നീ പുറത്തു വാ എന്നൊരു വിളി വിളിച്ചു. അപ്പൊ ആദ്യം വിളിച്ചത് ആരെയാണ്? പറഞ്ഞേ, മറിയെ. മറിയ ചോദിച്ചു, അവനെ വെച്ചത് എവിടെ? അവൻ കാണിച്ചു കൊടുത്തു. രണ്ടാമത്തെ വിളി എന്തായിരുന്നു? ലാസറിനെ വിളിച്ചു, നിർജീവമായ വിളിച്ചു. ഇത് ഞാൻ ആ ഭാഗം ഒരു കാര്യം ഓർപ്പിക്കാം, ശ്രദ്ധിക്കണം. കാര്യങ്ങൾ സ്വന്തം പറയാമോ? ഈ നമ്മുടെ അശോകൻ വിദേശത്തായതുകൊണ്ട് അറിയാം, ഈ 400, 500, 600, 1000, 1500 കിലോമീറ്ററുകൾ. ഇപ്പൊ നമ്മൾ അശോകൻ ആകുളത്ത് നിന്നും ഇവിടെ എത്തി, എത്ര സമയമെടുത്തു നമുക്കറിയാം. നമ്മൾ പറയാണ്, പാസ്റ്റർ ഞാൻ തിരുനെല്ലി എത്തി 300 കിലോമീറ്റർ. പാസ്റ്റർ 300 കിലോമീറ്റർ വണ്ടി ഓടിച്ചു പോയോ? ഗൾഫുകാർ ചോദിക്കുമ്പോൾ 300 കിലോമീറ്റർ.
ഗൾഫായിട്ട് ചോദിച്ചാൽ അല്ലെങ്കിൽ വിദേശത്ത് എത്ര മണിക്കൂർ? 50 മിനിറ്റ്. നമ്മൾ 300 കിലോമീറ്റർ ഓടിക്കണമെങ്കിൽ 3 മണിക്കൂറോ 4 മണിക്കൂറോ വേണം. പക്ഷെ വിദേശങ്ങളിൽ 300 കിലോമീറ്റർ ഓടിക്കണമെങ്കിൽ 50-60 മിനിറ്റ്, കൂടി പോലും മണിക്കൂർ. പക്ഷേ അതത്രയും പോകുന്ന സ്പീഡ് നമുക്ക് കാണാൻ പറ്റും സോദരൻ. എന്നാൽ എല്ലാ വണ്ടിക്കാരുടെ അകത്ത് ഈ ബാറ്ററി ചാർജ് ചെയ്യുന്ന വയറുകളാണ് എല്ലാ വണ്ടിക്കകത്ത്. കാര്യം എപ്പോഴാണ് ഈ ബാറ്ററി വീക്ക് ആകുന്നതെന്ന് അറിയത്തില്ല. അപ്പൊ വീക്കായി റോഡ് സൈഡ് കിടക്കുമ്പോൾ ഈ വീക്കായ മനുഷ്യൻ അല്ലെങ്കിൽ ബാറ്ററി വീക്കായ കാറിന്റെ ഉടമസ്ഥൻ റോഡ് നിന്നുകൊണ്ട് ഇങ്ങനെ കാണിക്കും, തന്റെ തമ്പ് കൈപൊക്കി കാണിക്കുമ്പോൾ വരുന്ന വണ്ടിക്കാരറിയാം ഇവൻ എന്തോ വണ്ടിക്ക് ഒരു വീക്ക്നെസ് ഉണ്ടായി. അപ്പോൾ ആ വരുന്ന വണ്ടിക്കാർ നിർത്തും. നമ്മുടെ ഇവിടുത്തെ പോലെയല്ല, നിർത്തി കൊടുത്തിട്ട് ആമയെ പറയും, എന്ത് പറ്റി? ബാറ്ററി വീക്കായി എന്ന് പറയുമ്പോൾ ഈ ഇവന്റെ അകത്തിരുന്ന ഈ വയറുണ്ടല്ലോ, കണക്ട് ചെയ്ത വയർ, ഇത് എടുത്തൊരു പോക്കുണ്ട്. ഇത് പോയിട്ട് പോകുമ്പോൾ മറ്റവർ ഈ ബോണറ്റ് പൊക്കി കൊടുക്കും. അവർ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ കണക്ഷനും വീക്കായ ബാറ്ററിയിൽ കൂടി കൊടുക്കുമ്പോൾ ഈ ചാർജ് ഉള്ള ബാറ്ററിയിൽ നിന്നും ചാർജ് ഡൗൺ ആയ ബാറ്ററിയിലോട്ട് ഈ കണക്ഷന്റെ ചുറ്റുന്ന ശബ്ദം കേൾക്കും. പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ടായി. ഇത് പരസ്പരം ചെയ്യുന്ന കാര്യമാണ്. ഇത് ഭയങ്കര നല്ല കോപ്പറേറ്റീവാണ്, ഭയങ്കര രസമാണ്. ഇതുപോലെയാണ് മറിയയ്ക്ക് എന്തുണ്ട്? ചാർജ് ഉണ്ട്. ചാർജ് പോയവർ എവിടെ കിടപ്പുണ്ട്? കല്ലറയ്ക്കകത്ത് കിടപ്പുണ്ട്. പക്ഷെ യേശുവിന് ചാർജ് വേണം. കാര്യം ലാസർ മരിക്കുന്ന മുമ്പില് പാദപീഠത്തിൽ നിന്ന് ചാർജ് വാങ്ങി. മനസ്സിലാക്കുന്നുണ്ടോ? ഞാൻ ദൈവവഴിയുടെ വിഷയമാണ് പറഞ്ഞ അത് ലാസർ മരിക്കുന്ന മുമ്പേ യേശു ക്രിസ്തുവിന്റെ പാദപീഠത്തിൽ നിന്നുകൊണ്ട് മറിയങ്ങ് ടോപ്പ് റീചാർജ് ആയി. ടോപ്പ് റീചാർജ് ആയതുകൊണ്ട് അവക്കൊരു എക്സ്പെക്ടേഷൻ, പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഒരു സമയം അവൻ എനിക്ക് എന്നെ റീചാർജ് ചെയ്ത ഒരു യേശു ഉണ്ടല്ലോ, ആ യേശു വരും, വന്നെന്നെ വിളിക്കും. വിളിച്ചിട്ട് നഷ്ടപ്പെട്ടു പോയി വീക്കായി പോയ ബാറ്ററിയെ ചാർജ് ചെയ്ത പോലെ നഷ്ടപ്പെട്ടു പോയ എന്റെ അകത്തുള്ള വിടുതലുകൾ ആമേ എന്റെ കിടക്കുന്ന ചാർജ് പോയിട്ട് കൊണ്ട് അത് റീചാർജ്. അതുകൊണ്ടാണ് മറിയ ചാർജായ മറിയവിടെ ചാർജായ മറിയെ കാണിക്കുക. അവൻ ആ മറിയ വിളിക്കുക. അവൻ ചാർജ് ഇല്ലാത്ത മാർത്ത വേണ്ട, അവൻ ചാർജുള്ള മറിയ മതി. ഇതിനാണ് പ്രാർത്ഥനയിലും പല ധ്യാനത്തിലും ആത്മീയ അഭിഷേകത്തില് ചാർജ് ചെയ്യപ്പെട്ട മറിയ ഇതിനകത്തുണ്ടെങ്കിൽ അത് അഭിഷക്തന്മാരെ നിങ്ങൾ ദൈവശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ ചാർജ് ആണെങ്കിൽ വീക്കായ വ്യക്തികൾ അവൻ ചാർജ് ആയിട്ട് അത് തിരിച്ചു മടങ്ങി കൊണ്ടുവരാൻ അവൻ ചാർജ് പറ്റുമെങ്കിൽ കരവരെ ചാർജ് പറഞ്ഞാട്ടെ. അവൻ മറിയയ്ക്ക് ചാർജ് ഉണ്ട്. ടിക്ടോക്കിലാണ് ഏറ്റവും ഫുൾ ചാർജിലാണ്. ഇത് അവൻ ആത്മാവ് പറയാം, നമ്മുടെ വിശ്വസനീയമാണ്. എന്റെ ചിന്ത ശരിയാണെങ്കിൽ ഈ എന്റെ മൊബൈൽ എപ്പോഴും ഞാൻ നോക്കും 100 ആണ് നോക്കും. 100% ചാർജ് നോക്കും. ഇടയ്ക്കിടയ്ക്ക് നെറ്റ് നോക്കും, ചാർജ് ഉണ്ട്. ഇല്ലെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യും? കുറ്റി. എന്നാൽ ബീൻ അങ്ങനെയല്ല. സ്വിച്ച് ഓഫായ ശേഷം മാത്രമേ അറിയൂ എന്റെ മൊബൈല് അങ്ങ് സ്വിച്ച് ആയിപ്പോയെന്ന് അറിയത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഒരു മേഖല. അപ്പൊ അതിന് കുറ്റം പറയാനും ഞാൻ നിൽക്കുന്നില്ല, സ്വത്ര മേഖല. എന്നാൽ ഈ 100% ചാർജ് നിൽക്കണം എന്ന് പറയാൻ കാരണം പല ദൗത്യങ്ങളും ഈ മൊബൈൽ കൊണ്ട് ചെയ്യാനുണ്ട്. പല കാര്യങ്ങളും ഈ മൊബൈൽ കൊണ്ട് ചെയ്യാനുണ്ട്. ഈ പല കാര്യങ്ങളും ഈ സാധനങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ എന്റെ മൊബൈലിനകത്ത് എപ്പോഴും ഫുൾ ചാർജ് ആവശ്യമാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇല്ല എങ്കിൽ പിന്നെ മറ്റു ചാർജ് ഉണ്ടോ? അപ്പൊ ഇപ്പോഴാണെങ്കിൽ ഒരുപോലത്തെ ചാർജ് അല്ല, പലതും വ്യത്യസ്തമായ ചാർജുകളാണ്. അതുകൊണ്ട് കിട്ടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരവരെ ചാർജ് അവരവരെ എന്ത് ചെയ്യണം? പറഞ്ഞേ സൂക്ഷിക്കട്ടെ. മറിയയോട് പറഞ്ഞു, നിനക്ക് ഞാൻ എൻ്റെ പാപനെ പറയാം, മറിയ എല്ലാ ദിവസം മൊബൈൽ നോക്കി എൻ്റെ ബാറ്ററി ഫുൾ, മൊബൈൽ ചാർജ് ഫുൾ ആണോ എന്ന് പറഞ്ഞാൽ അവൾ പ്രാർത്ഥിച്ച് നോക്കും, ഞാൻ ഫുൾ സീലാണോ, എൻ്റെ ആത്മീയ ശരിയാണോ, ഒരു വ്യക്തിയുടെ വീക്കിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ തകർച്ചകളെ പണി എനിക്ക് പറ്റുമോ എന്നുള്ള ചിന്ത അവിടെ അകത്തുണ്ടായിരുന്നു. അതാണ് മറിയെ വിളിച്ചത് വരാൻ പറഞ്ഞു. അപ്പൊ ഞാനിവിടെ സ്ഥാപിക്കാൻ പോകുന്ന വിഷയം ഓർത്തണം, കർത്താവ് ആരെയും വിളിക്കുന്നത് ഫുൾ ചാർജ് ഉള്ളവരെ. ഒന്ന് സ്വന്തം പറഞ്ഞാൽ മനസ്സിലായില്ല. ദൈവം ആരെ വിളിക്കുന്നത് സ്പിരിച്വൽ ലെവലിൽ
ഫുൾ ചാർജ് നിൽക്കുന്നവരെ, ആത്മീയ കാഴ്ചപ്പാടിൽ ഏറ്റവും ഫുൾ ചാർജ് നിൽക്കുന്നവരെ കർത്താവ് വിളിക്കുമെങ്കിൽ ഈ മാസത്തിൽ നമുക്ക് ആത്മാവ് പറയാം, ആമേൻ കർത്താവേ ഞാൻ ഫുൾ ചാർജിലാണ്, എനിക്കൊരു കാര്യമുണ്ട്, ആ ഫുൾ ചാർജിലാണ് ഞാനെങ്കിൽ എനിക്കായിരിക്കും ഫസ്റ്റ് കോൾ, എനിക്കായിരിക്കും ഞാൻ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു പ്രതീക്ഷിക്കാത്ത ഒരു കോൾ എനിക്ക് വരും. ആമേൻ ആദ്യം എന്റെ ജീവിതത്തിൽ വ്യത്യാസ വിളിച്ചു വന്ന് കാര്യം പഠിച്ചു ആത്മാവ് പറയാമോ? മറിയ ആമേൻ മാർത്തിയോട് പറഞ്ഞു, പെട്ടെന്ന് നിന്റെ സഹോദരിയായ മറിയെ വിളിക്കുന്നു പറഞ്ഞു, ഗുരു വിളിക്കുന്നു. ആമേൻ ഉണ്ടവാനാണ് ശബ്ദമാനക, അത് ചില പ്രതീക്ഷിക്കാത്ത വിളികൾ. രക്തം ചെയ്യാം, രക്തം ചെയ്യാം, രക്തം ചെയ്യാം, രക്തം ചെയ്യാം, രക്തം ചെയ്യാം. പ്രതീക്ഷിക്കാത്ത ചില അത്ഭുതം നടക്കാൻ, പ്രതീക്ഷിക്കാത്ത നിർജീവമായി പോയതിന് അത് തിരിച്ചു കൊണ്ടുവരാൻ തക്കവണ്ണം അത് പ്രതീക്ഷിക്കാത്ത ചില വിളികൊണ്ട് കാലമടിച്ച് ചില ദേശത്തെ റീചാർജ് ചെയ്യാൻ, ചില കുടുംബങ്ങൾ റീചാർജ് ചെയ്യാൻ, ചില വ്യക്തികളെ റീചാർജ് ചെയ്യാൻ, ആവശ്യ സ്ഥാപനങ്ങളെ റീചാർജ് ചെയ്യാൻ, ചില തലമുറകളെ റീചാർജ് ചെയ്യാൻ, ആത്മീയമായി വീക്കായി പോയതിന്, ആത്മീയ കാഴ്ചയുടെ മക്കളെ തലമുറകളെ ആത്മീയ വീക്കായി പ്രാപിക്കപ്പെട്ട ചില കുടുംബങ്ങളെ അവരെ റീചാർജ് ചെയ്യാൻ ദൈവത്തെ റീചാർജ് ചെയ്യുന്ന മിനിസ്റ്ററി, ഒരു റീചാർജ് ചെയ്യുന്ന ഒരു മിനിസ്റ്ററി, ഒരു റീചാർജ് ചെയ്യുന്ന മിനിസ്റ്ററി, അവരെ റീചാർജ് ചെയ്യുന്ന മിനിസ്റ്ററി ദൈവമേ അതേ റീചാർജ് ചെയ്യുവാൻ, അതേ പുഷ്ടിപ്പെടുത്തുവാൻ, അതേ ബലപ്പെടുത്തുവാൻ, അതേ സൗഖ്യമാക്കുവാൻ, അതേ ഉയർപ്പിക്കുവാൻ, അതേ പുറത്തേക്ക് കൊണ്ടുവരാൻ തക്കവണ്ണമുള്ള ഒരു ദൈവിക ശക്തി ഇതിനകത്ത് എങ്ങനെ വെളിപ്പെടുമെന്ന് ഗുരു വന്നു തന്നെ കുഞ്ഞേ നിന്നെ വിളിക്കുന്നു. നീ ഫുൾ റീചാർജ് ആണ്, നീ ഫുൾ ചാർജ് ആണ്, നീ ഫുൾ ചാർജ് ആണ്, നീ ഫുൾ ചാർജ് ആണ്, നീ ഫുൾ വിളിച്ചാൽ നീ വരുമെന്ന് കുറപ്പുണ്ട്. അത് എപ്പോ വിളിച്ചാൽ നീ വരും, എപ്പോ വിളിച്ചാൽ നീ വരുമെങ്കിൽ എപ്പോഴും ഉയർപ്പ് നടക്കാം, എപ്പോഴും അത്ഭുതം നടക്കാം, എപ്പോഴും ഉയർച്ച നടക്കാം, എപ്പോഴും നന്മ നടക്കാം, എപ്പോഴും വരുമാനം നടക്കാം, എപ്പോഴും സുയർച്ചന സംഭവിക്കുന്നു. ഈ പ്രാർത്ഥന കഴിഞ്ഞ് പോകുമ്പോൾ ചില വിടുതൽ ശബ്ദം കേൾക്കാൻ കഴിയും, ചില ഈ പ്രാർത്ഥന കഴിഞ്ഞ് പോകുമ്പോൾ ചില അത്ഭുത ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയും, ഈ പ്രാർത്ഥന കഴിഞ്ഞ് പോകുമ്പോൾ ചില സന്തോഷ വാർത്തകൾ കേൾക്കാൻ കഴിയും. അമ്മാനെ കരങ്ങളിൽ ചന്മാർ പറഞ്ഞു, ഗുരു നിന്നെ വിളിക്കുന്നു മോളെ, മോനെ നിന്നെ യേശു വിളിക്കുന്നുണ്ട്, നീ ഫുൾ ചാർജിലാണ്, എനിക്കറിയാം, നീ നീ ഉടനെ നീ എഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം, നീ വിളി കേൾക്കുമ്പോ എഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം, നീ എഴുന്നേൽക്കുമെന്ന് അറിഞ്ഞിട്ടാ നിന്റെ തന്നെ വിളിച്ചത്. ആരെ വിളിച്ചോ അവൻ എഴുന്നേൽക്കാൻ ബന്ധപ്പെടും. പക്ഷെ നിന്നെ വിളിച്ച പാടെ നിശാരി എണ്ണിക്കുക. ഇതിനാ ദൈവം വിളിക്കുന്നത് സന്തോഷ ഉത്സാഹമുള്ളവരെ ദൈവം വിളിക്കുന്നുവെങ്കിൽ ആ ഒരു ആത്മീയ ഉത്സാഹം ഇന്ന് രാവിലെ ദൈവം വിളിച്ചു, പുറത്തു കൊണ്ടുവന്നു, റോമാന്റെ കെട്ടഴിച്ചു, അവൻ പോഹ എന്ന വാക്ക് പറഞ്ഞു. തിരിച്ച് ലാസർ ചോദിക്കുന്നു, ഇതെങ്ങനെ സംഭവിച്ചു? യേശു ലാസർ പറയുന്നു, എന്റെ വീടിനകത്ത് ഒരു റീചാർജ് ചെയ്യുന്ന ഒരു പെട്രോളുള്ള കാര്യം നിനക്ക് അറിയാമോ? അവൾ 24 മണിക്കൂർ പ്രാർത്ഥിച്ച് റീചാർജിലാണ്. അവളാണ് നിന്നെ ഉയർപ്പിക്കാൻ തക്കവണ്ണം ബേസിട്ട് അടിസ്ഥാനം ഇട്ട് തന്നത്. രാവിലെ ഈ ദൂതുമായിട്ട് ഭവനത്തിലേക്ക് പോകും, ഈ വെളിപ്പാടുമായിട്ട് നമ്മൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും, ഈ ദൂതിന്റെ മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഈ ദിവസങ്ങളിൽ ചില ഉയർപ്പുകൾ, ചില വിടുതലുകൾ, ചില അത്ഭുതങ്ങൾ കൈവിട്ടു പോയതെല്ലാം തിരിച്ചു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. രാവിലെ എല്ലാം കണ്ണുമടയ്ക്കാം, ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പറയാൻ, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു, എന്നെ ദൈവം ഇന്ന് രാവിലെ വിളിക്കും, ഇന്ന് രാത്രി വിളിക്കും, എപ്പോഴും വിളിക്കും. എന്നെ കൊണ്ട് ചില അത്ഭുതം ദൈവം ചെയ്യും, എന്നെ കൊണ്ട് ചില വിടുതൽ ദൈവം ചെയ്യിപ്പിക്കും, എന്നെ കൊണ്ട് ചില വ്യത്യാസം ദൈവം ചെയ്യിപ്പിക്കും എന്ന് വിശ്വസിക്കുന്നവർ കാര്യം മരിച്ചൊന്ന് സ്തോത്രം ചെയ്യാൻ ഒരു പ്രാവശ്യം കൂടെ. ഓ ഹല്ലേലൂയ, നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോ, കണ്ണേ മണി പോലെ കാറ്റിലുമേ. ഓ നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോ, കണ്ണേ മണി
ദൈവത്തിന്റെ വിളിയുണ്ട്. അതിന്റെ രാവിലെ തിരിച്ചറിയാൻ പറ്റും. പ്രാർത്ഥിക്കാം. പ്രിയ ദയവായിട്ട് ഈ വചനത്തിന്റെ ഭാഗ്യം സമർപ്പിച്ച് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു ലോർഡ് ജീസസ്.